അനലൈസറിലേക്ക് സ്വാഗതം. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കും. സത്യം നുണ ദ്വന്ദ്ങ്ങളുടെ പാരസ്പര്യത്തിലൂന്നിയ വിചിത്രങ്ങളായ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് യുക്തിസഹങ്ങളായ നിരവധി നിരീക്ഷണങ്ങൾ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിച്ചു പോന്നിട്ടുണ്ട്. അമേരിക്കൻ ജനപ്രിയ സാഹിത്യകാരൻ മാർക്ക് ട്വെയിൻ്റെ സൂചിത നിരീക്ഷണം അവകളിൽ നിന്നെല്ലാം വ്യതിരിക്തമാകുന്നത് അതിൻ്റെ അയനലളിതമായ അനുഭവ സംവേദനത്വം കൊണ്ടു മാത്രമല്ല, മറിച്ച് അത് സത്യത്തോട് പരിപൂർണമായും നീതി പുലർത്തുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ടാണ് മലയാളി തങ്ങളുടെ ഇതപര്യന്തമുള്ള രാഷ്ട്രീയ സംവാദങ്ങളിൽ സത്യം, ചെരുപ്പ്, നുണ, ലോകം നിർവചനത്തെ ആഘോഷപൂർവം ആവർത്തിച്ചു പോരുന്നത്. റിപ്പീറ്റ് എ ലൈ 1000 times and it becomes the truth. ജോസഫ് ഗീബൽസ്. ഏകാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ആകത്തുകയായ അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി ജർമ്മനി ലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന നുണകളെ എങ്ങനെ സത്യമാക്കാം എന്നത് സംബന്ധിച്ച പരീക്ഷണത്തിൻ്റെ പേരാണ് ബിഗ് ലൈ തിയറി. ഹിറ്റ്ലറുടെ ആശയപ്രചരണ മേധാവി ജോസഫ് ഗീബൽസിൻ്റെ ഒരു നുണ 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമായി തീരും എന്ന മനഃശാസ്ത്രത്തിലൂന്നിയ പ്രസ്തുത സമ്മത നിർമ്മാണ രീതി സത്യാനന്തര രാഷ്ട്രീയത്തിൻ്റെ ആദിമ രൂപമാണ്. വസ്തുതകളുമായി അശേഷ ബന്ധമില്ലാത്ത നുണകളുടെ നിർമ്മാണം, പ്രചരണം എന്നിവകളിലൂടെ നിർമ്മിക്കപ്പെടുന്ന കൃത്രിമമായ അവബോധമാണ് സത്യാനന്തര രാഷ്ട്രീയം. വൈകാരികതയ്ക്ക് യാഥാർത്ഥ്യത്തെക്കാൾ പ്രാധാന്യവും പ്രസക്തിയും കൽപ്പിക്കപ്പെടുന്ന സത്യാനന്തര രാഷ്ട്രീയത്തിൽ ഒരു ജനതയുടെ അകത്തന്നെ വികാരങ്ങൾ സ്വാർത്ഥ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സമർത്ഥം ദുരുപയോഗം ചെയ്യപ്പെടുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാധ്യമങ്ങളിലൂടെയാണ് സത്യാനന്തര രാഷ്ട്രീയം തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നത്. സത്യാനന്തര രാഷ്ട്രീയത്തിൻ്റെ ഇരയായി നിശബ്ദരായി പോയ ധാരാളം മനുഷ്യരുണ്ട്. അനലൈസർ അവരുടെ നാവാണ്, വാക്കും വിലാസവും. അനലൈസറിൻ്റെ ഈ ലക്കത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നുണകളാൽ കെട്ടിപ്പൊക്കിയ മറ്റൊരു ശരപഞ്ചരത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണത്. ഇരയാക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ കഥമെനഞ്ഞ് കരുക്കൾ നീക്കിയവരുടെ ഗൺ പോയിന്റിലെ ഉന്നങ്ങളിൽ ഒരാൾ ഈ ഞാൻ തന്നെ. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവും BSc കെമിസ്ട്രി വിഭാഗം വിദ്യാർത്ഥിയും SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന സഖാവ് അഭിമന്യു സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും വേണ്ടിയുള്ള അചഞ്ചലവും സന്ധിയില്ലാത്തതുമായ പോരാട്ടത്തിനിടയിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ മത മൗലികവാദികൾ 2018 ജൂലൈ 2 സഖാവിനെ അരുംകൊല ചെയ്യുന്നത്. കൊലപാതക സംഘത്തിൽ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ CFI, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വർഗീയവാദികളാണ് ഉണ്ടായിരുന്നത്. നവാഗതരായ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ SFI ബുക്ക് ചെയ്തിരുന്ന ചുമരിൽ സഖാവ് അഭിമന്യു വർഗീയത തുലയട്ടെ, ഡൗൺ വിത്ത് കമ്മ്യൂണലിസം എന്ന് എഴുതിയതിൽ പ്രകോപിതരായാണ് കോളേജ് ഹോസ്റ്റലിലേക്ക് ഇരച്ചു കയറിയ സൂചിത സംഘം ധീരസഖാവിനെ കൊന്നുകളഞ്ഞത്. ഇടുക്കി ജില്ലയിലെ വട്ടവട പഞ്ചായത്തിലെ കർഷക തൊഴിലാളികളായ സഖാക്കൾ മനോഹരൻ, ഭൂപതി ദമ്പതികളുടെ ഏറ്റവും ഇളയ മകനായ അഭിമന്യു 1997 മെയ് 6 ജനിച്ചത്. സഖാക്കൾ പരിജിത്ത് സഹോദരനും കൗസല്യ സഹോദരിയുമാണ്. തികച്ചും പ്രതികൂലമായ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിലും പ്രതിസന്ധികളെ സുധീരം നേരിട്ട് പഠനവും പോരാട്ടവും ഒരുപോലെ സർഗാത്മകമാക്കിയ സഖാവ് അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വം മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കും വേണ്ടിയുള്ള നിസ്വപക്ഷ പോരാട്ടങ്ങൾക്ക് അപരിഹാര്യമായ നഷ്ടമാണ്. ഇത്തരമൊരു സാമൂഹിക സാഹചര്യത്തിലാണ് തലസ്ഥാനത്തിൻ്റെ സാംസ്കാരിക ഇടനാഴിയായ മാനവീയം വീഥിയിലെ കലാകാരരുടെയും ആസ്വാദകരുടെയും പൊതു സാംസ്കാരിക വേദി മാനവീയം തെരുവിടം കൾച്ചർ കളക്റ്റീവ്, മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി സഖാവിൻ്റെ നാമധേയത്തിൽ അഭിമന്യു മാനവീയം തെരുവിടം കൾച്ചർ കളക്റ്റീവ് മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി വിദ്യാഭ്യാസ എൻഡോൺമെൻറ്റ് ഏർപ്പെടുത്തുന്നത്. മാനവീയം തെരുവിടത്തിൻ്റെ ഭാഗമായ സുഹൃത്തുക്കൾ, സഹയാത്രികർ, സമാന തൽപരർ എന്നിവരിൽ നിന്നുമാണ് ഇതിനാവശ്യമായ തുക കണ്ടെത്തിയത്.
അഭിമന്യു പഠിച്ച വട്ടവടയിലെ സ്കൂളിലെ +2 ഉയർന്ന മാർക്ക് നേടിയ ജനറൽ, SC/ST വിഭാഗങ്ങളിലെ 2 വിദ്യാർത്ഥികൾക്കാണ് 10,000 രൂപ വീതമുള്ള വിദ്യാഭ്യാസ എൻഡോവ്മെൻറ്റ് നൽകുക. 2023-24 കാലയളവിലെ വിദ്യാഭ്യാസ എൻഡോവ്മെൻറ്റ് 2024 സെപ്റ്റംബർ ആദ്യവാരം തിരുവനന്തപുരം മാനവീയം വീഥിയിൽ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സെമിനാറിൽ വെച്ചാണ് കൈമാറുക. പ്രസ്തുത തീരുമാനവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പത്രക്കുറിപ്പായി പൊതു ഇടങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ചില മാധ്യമങ്ങളിൽ വിദ്യാഭ്യാസ എൻഡോവ്മെൻറ്റ് തുക സംബന്ധിച്ച വ്യാജ വാർത്തകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. വസ്തുതകളുമായി പുലബന്ധമില്ലാത്ത കഥകളായിരുന്നു അവയെല്ലാം. 2018 ഓഗസ്റ്റ് മുതലാണ് വിദ്യാഭ്യാസ എൻഡോവ്മെൻറ്റിലേക്ക് ആവശ്യമായ സാമ്പത്തിക സമാഹരണം മാനവീയം തെരുവിടം കൾച്ചർ കളക്റ്റീവ്, മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി അംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നുമായി ആരംഭിച്ചത്. സമാഹരിക്കപ്പെടുന്ന തുക സ്ഥിര നിക്ഷേപമാക്കുന്നതിൽ നിന്നും പ്രതിവർഷം ലഭ്യമാകുന്ന ഇൻട്രസ്റ്റിൽ നിന്നും അഭിമന്യു പഠിച്ച വട്ടവടയിലെ സ്കൂളിലെ +2 ഉയർന്ന മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എൻഡോവ്മെൻറ്റ് തുക ലഭ്യമാക്കാനായിരുന്നു തീരുമാനം. 2019 ഒക്ടോബർ 8 തിരുവനന്തപുരം ഇടപ്പഴഞ്ഞയിലെ കാനറ ബാങ്ക് ശാഖയിൽ സംയുക്ത അക്കൗണ്ട് ആരംഭിച്ച് തുകയുടെ സമാഹരണവും നിക്ഷേപവും തുടങ്ങി. 2021 ഓഗസ്റ്റ് 10 മാനവീയം തെരുവിടം കൾച്ചർ കളക്റ്റീവ്, മാനവീയം സ്ട്രീറ്റ് ലൈബ്രറിയുടെ പൊതുയോഗത്തിൽ വെച്ച് വിദ്യാഭ്യാസ എൻഡോവ്മെൻറ്റ് സംബന്ധിച്ച കണക്കുകളുടെ വിശദമായിട്ടുള്ള അവതരണം നടന്നു. പൊതുയോഗം അത് അംഗീകരിച്ചു. അക്കാലയളവിൽ സമാഹരിക്കപ്പെട്ട 3,13,000 രൂപ കേരള ബാങ്കിൽ മാനവീയം തെരുവിടം കൾച്ചർ കളക്റ്റീവ്, മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി അക്കൗണ്ട് ആരംഭിച്ച് അതിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. 3,13,000 രൂപയിൽ നിന്നും ലഭ്യമാകുന്ന ഇൻട്രസ്റ്റ് ചെറിയ തുക ആയിരിക്കുമെന്നതിനാൽ സ്ഥിര നിക്ഷേപ തുക 5 ലക്ഷമായി ഉയർത്തണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. എങ്കിൽ മാത്രമേ തീരുമാനിക്കപ്പെട്ടതുപോലെ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം കുറവല്ലാത്ത ഒരു തുക എൻഡോവ്മെൻറ്റ് ആയി കൈമാറാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ 5 ലക്ഷം എന്ന നിലയിലേക്ക് അത് എത്തിക്കുന്നതിന് കാലതാമസം ഉണ്ടാകും എന്ന കമ്മിറ്റിയുടെ വിലയിരുത്തലിൽ നിന്നാണ് നിലവിലെ കേരള ബാങ്കിലെ സ്ഥിര നിക്ഷേപ തുകയായ 3.5 ലക്ഷത്തിൽ നിന്നും ലഭ്യമാകുന്ന ഇൻട്രസ്റ്റിൽ നിന്നും എൻഡോവ്മെൻറ്റ് കൈമാറാൻ തീരുമാനിച്ചത്. 2022 ജൂൺ 22 കേരള ബാങ്കിൽ മാനവീയം തെരുവിടം കൾച്ചർ കളക്റ്റീവ്, മാനവീയം സ്ട്രീറ്റ് ലൈബ്രറിയുടെ അക്കൗണ്ട് ആരംഭിച്ചു. പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ സംയുക്ത പേരിലാണ് അക്കൗണ്ട് പ്രവർത്തിക്കുന്നത്. കാനറ ബാങ്കിലെ നിലവിലുണ്ടായിരുന്ന സംയുക്ത അക്കൗണ്ടിൽ നിക്ഷേപമായിരുന്ന 3,50,000 രൂപ പിൻവലിച്ച് 2022 ഒക്ടോബർ 7 കേരള ബാങ്കിൽ മാനവീയം തെരുവിടം കൾച്ചർ കളക്റ്റീവ്, മാനവീയം സ്ട്രീറ്റ് ലൈബ്രറിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഇത് മെച്ചുറായി. ഇൻട്രസ്റ്റ് ഇനത്തിൽ 21,477 രൂപ ലഭ്യമായിട്ടുണ്ട്. പ്രസ്തുത തുക എൻഡോവ്മെൻറ്റ് നൽകുന്നതിനായി കേരള ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർ, സാംസ്കാരിക പ്രവർത്തകർ, വയോജനങ്ങൾ, ഭിന്നശേഷിതർ എന്നിവരടക്കം 243 പേരാണ് സമാഹരണത്തിൽ പങ്കുചേർന്നത്. ഇവർക്കാകെ തന്നെ അക്നോളജ്മെൻറ്റ് ലഭ്യമാക്കിയിട്ടുണ്ട്. 2020-21 കാലയളവുകളിലെ COVID-19, 18-19 വർഷങ്ങളിലെ മഹാപ്രളയങ്ങൾ എന്നിവയുടെ ഘട്ടങ്ങളിലെല്ലാം വിദ്യാഭ്യാസ എൻഡോവ്മെൻറ്റ് സംബന്ധിച്ച സമാഹരണം നിന്നുപോകുന്ന സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2022 ഒക്ടോബറിൽ മാത്രമാണ് തുക 3,50,000 കാനറ ബാങ്കിൽ നിന്നും കേരള ബാങ്കിൽ നിക്ഷേപിച്ച് സ്ഥിര നിക്ഷേപമാക്കുന്നതിനായത്. ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ബഹുജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ അഭിമന്യു വിദ്യാഭ്യാസ എൻഡോവ്മെൻറ്റ് കാണാനില്ല എന്നും കൈമാറുന്നതിൽ ബോധപൂർവമായ കാലതാമസം വന്നു എന്നുമെല്ലാമുള്ള നിലയിൽ മാധ്യമങ്ങളെപ്പോലും തെറ്റിദ്ധരിപ്പിക്കും വിധം ചില ദോഷൈക ദൃക്കുകൾ വാർത്തകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. മാനവീയം തെരുവിടം കൾച്ചർ കളക്റ്റീവ്, മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി സ്വതന്ത്ര സാംസ്കാരിക സംഘടനയാണ്. വിവിധ സാംസ്കാരിക സംഘടനകളുടെ ഭാഗമായവരും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംഘടനയിലെ അംഗങ്ങൾക്ക് കക്ഷിരാഷ്ട്രീയം ഉണ്ടാകാമെങ്കിലും സംഘടന കക്ഷിരാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന വിപുലമായ സാംസ്കാരിക പ്ലാറ്റ്ഫോമാണ്. അഭിമന്യുവിൻ്റെ നാമധേയത്തിലെ വിദ്യാഭ്യാസ എൻഡോവ്മെൻറ്റ് പ്രതികൂലമായ ജീവിത സാമൂഹിക സാഹചര്യങ്ങളിലും പഠനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്ക്
പ്രതിവർഷം ലഭ്യമാകുന്ന പ്രോത്സാഹനമാണ്. മാനവീയം തെരുവിടം കൾച്ചർ കളക്റ്റീവ് മാനവീയം സ്ട്രീറ്റ് ലൈബ്രറിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കവി വിനോദ് വൈശാഖിയും സെക്രട്ടറി എന്ന നിലയിൽ വ്യക്തിപരമായി ഞാനുമാണ് ഈ കൽപ്പിത കഥയിലെ ടാർഗറ്റുകൾ. SFIയെയും പുരോഗമന കലാസാഹിത്യ സംഘത്തെയും ഇതിലേക്ക് വലിച്ചിഴച്ച് പൊതുവിൽ വിശ്വാസ്യത തകർക്കുവാനുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളും തുടരെ നടന്നു. ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കപ്പെടുന്ന കഥകൾ വാർത്തകളായി പ്രചരിപ്പിക്കപ്പെട്ടു. ചില അച്ചടി മാധ്യമങ്ങൾ നൽകിയ വ്യാജ വാർത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സ്ക്രീൻഷോട്ടുകളായി പ്രചരിപ്പിക്കപ്പെട്ടു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും യഥോചിതം കൂട്ടിക്കലർത്തി വീശിയടിച്ച സ്പെഷ്യൽ ഫീച്ചറുകൾ. മുൻകൂർ പ്ലാൻ ചെയ്യപ്പെട്ട തിരക്കഥയിലെന്നോണം മറവിലും ഒളിവിലും നിഴൽ രൂപങ്ങൾ തിമർക്കാൻ തുടങ്ങി. വ്യക്തിഹത്യയുടെ സൂപ്പർലേറ്റീവുകൾ, പൊതുമധ്യത്തിൽ സാമ്പത്തിക അച്ചടക്കമില്ലാത്ത അഴിമതിക്കാരെന്ന വ്യാജ പ്രതീതിയുടെ നിർമ്മാണ ശ്രമങ്ങൾ, അതും രക്തസാക്ഷിയുടെ പേരിൽ പണം പിരിച്ച് വകമാറ്റിയവർ എന്ന ടാഗ് ലൈനോടെ. മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവ് മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി ഏർപ്പെടുത്തിയിരിക്കുന്ന അഭിമന്യു മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവ് മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണം സംബന്ധിച്ച 2024 ഓഗസ്റ്റ് 16 പകൽ 11:30 തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ അഭിമന്യു മാനവീയം തിരുവിടം കൾച്ചർ കളക്റ്റീവ് മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണം സംബന്ധിച്ച മാനവീയം തിരുവിടം കൾച്ചർ കളക്റ്റീവ് മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി ഭാരവാഹികൾ നടത്തിയ പ്രസ് മീറ്റ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അവതരിപ്പിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള മറുപടി, വ്യാജ വാർത്തകൾക്കെതിരെ ഉറപ്പാക്കപ്പെടുന്ന നിയമ പോരാട്ടങ്ങൾ, സുതാര്യവും സത്യസന്ധവുമായ പൊതുപ്രവർത്തനത്തിൻ്റെ സംഘശക്തിക്കുമേലാണ് നിഗൂഢ താൽപ്പര്യക്കാരുടെ ചുറ്റികപ്രഹരം മാധ്യമ ദുരുപയോഗങ്ങളിലൂടെ അഞ്ഞുപതിച്ചത്. സന്നദ്ധതയുടെ താക്കോലാണ് പൊതുപ്രവർത്തനം. അതിനെ കരിയറാക്കുന്നവർ കുതികാൽ വെട്ടിക്കൊണ്ടേയിരിക്കും. ആത്മവിശ്വാസമില്ലായ്മയുടെ പൊള്ളയകങ്ങളിൽ ജലസിയുടെ വിഷക്കായികൾ തുരുതുരെ പൊട്ടും. അത് അന്തരീക്ഷത്തിൽ അപരവിദ്വേഷത്തിൻ്റെ ലാവകൾ തീർക്കും. ഒടുവിൽ അവർ കുഴിച്ച കുഴിയിൽ താനേ വീഴും. നുണ പറയാൻ ഒരു വകുപ്പ് തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നല്ല നമസ്കാരം.